എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 101-ാം ഭാഗമാണ് ഇന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. പ്രതീക്ഷിച്ചതുപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഓഫീസിൽ നിന്നും അവർക്ക് ഉണ്ടായില്ല. കിച്ചുവിന് സൈറ്റിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നെങ്കിലും അനുവിന് ഓഫീസിൽ തന്നെ ആയിരുന്നു മുഴുവൻ സമയവും. ഭാഷയുടെ പ്രശ്നമുണ്ടാകുമെന്നൊരു സംശയം അനുവിന് ആദ്യമുണ്ടായിരുന്നു. എങ്കിലും അവിടെ ചെന്ന് എല്ലാവരുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം ആളുകളും മലയാളികളാണ്. മാത്രവുമല്ല, അവിടെയുള്ള തമിഴർക്ക് പോലും മലയാളം നന്നായി അറിയുകയും ചെയ്യാം. വളരെ ചുരുക്കം ചിലരുമായുള്ള ആശയവിനിമയത്തിന് മാത്രമേ ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ. അതോടെ ജോലി ചെയ്യാൻ നല്ല ആത്മവിശ്വാസമായി. സംശയങ്ങൾ ചോദിച്ചു തീർക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അവർക്ക് മടിയില്ല. കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും അവർ മിടുക്ക് കാട്ടി തുടങ്ങിയതോടെ അവർ രണ്ടുപേരെ പറ്റിയും സാമാന്യം നല്ല അഭിപ്രായം മേലുദ്യോഗസ്ഥർക്കിടയിലും ഉണ്ടായി. മേലുദ്യോഗസ്ഥരെ പറ്റി ഒരു ഭയമൊക്കെ ആദ്യ ദിവസങ്ങളിൽ അനുവിനുണ്ടായിരുന്നു. അത് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് അതറിഞ്ഞു തന്നെ അവർ പ്രവർത്തിച്ചു. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പണ്ട് സഹപാഠികളോട് എങ്ങനെ പ്രവർത്തിച്ചിരുന്നോ അതുപോലെ അവരോടൊപ്പവും പ്രവർത്തിക്കാൻ അനുവിന് കഴിഞ്ഞു. അനുവിൻ്റെ പെരുമാറ്റം പോലും കൂട്ടുകാരോടെന്നതുപോലെ ആയിരുന്നു. അതുപോലെ സഹപ്രവർത്തകരോടായാലും മേലുദ്യോഗസ്ഥരോടായാലും പെരുമാറാൻ അവൾക്ക് കഴിഞ്ഞു. എവിടെയും എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറാൻ അനുവിന് ഒരു മാസത്തിലധികം വേണ്ടി വന്നില്ല. അതിനവൾ പോലും അറിയാതെ ഒരു കഴിവ് അവൾക്കുണ്ടായിരുന്നു. ആദ്യ മാസത്തിൻ്റെ അവസാനം കിട്ടിയ ലീവിന് കിച്ചു നിരത്തുംതട്ടിലേക്ക് പോന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് യാത്ര തീരുമാനിച്ചത് തന്നെ. ശനിയാഴ്ച രാവിലെ വീട്ടിലെത്തി. സുഖമായി ഉറങ്ങിപ്പോന്നിരുന്നതുകൊണ്ട് കാര്യമായ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരാഴ്ചത്തെ വിശേഷങ്ങൾ വിശദമായി തന്നെ ദീനാമ്മച്ചിയോട് പറഞ്ഞു. ഓഫീസിലെ ആളുകളെ പറ്റിയും ഓഫീസ് കെട്ടിടത്തെപ്പറ്റിയും ജോലി ചെയ്യേണ്ട സൈറ്റിനെക്കുറിച്ചും അങ്ങനെ പറയാവുന്ന കാര്യങ്ങൾ മുഴുവൻ അമ്മച്ചിയോട് പറഞ്ഞു. അവിടെ നിന്നും പോന്നപ്പോൾ അനു ഒരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചാണ് കിച്ചുവിനെ വിട്ടിരുന്നത്. അവളെപ്പറ്റിയുള്ള വിവരങ്ങൾ മഠത്തിൽ പോയി പറയണമെന്ന്. അനുവും സ്നേഹയും അവിടെ ഇല്ലാതെ കോൺവെൻറ്റിലേക്ക് പോകുക എന്നത് അവന് മടിയുള്ള കാര്യമായിരുന്നു. എന്നാലും പറഞ്ഞ് ഏൽപ്പിച്ചയാൾ അങ്ങനെ ഉപേക്ഷിക്കാവുന്നയാളല്ലല്ലോ. അതുകൊണ്ട് മടിയോടെയാണെങ്കിലും അവിടെ വരെ പോകാൻ തീരുമാനിച്ചു. ശനിയാഴ്ച ഉച്ച തിരിഞ്ഞ ശേഷമാണ് കോൺവെൻറ്റിലേക്ക് പോയത്. കിച്ചുവിനെ കണ്ടതേ മദറിനും ബാക്ക് സിസ്റ്റർമാർക്കും വലിയ കാര്യമായി. അനുവിൻ്റെ വിവരങ്ങളെല്ലാം ചോദിച്ചു. നേരിട്ടല്ലാതെയും വിവരങ്ങളറിയാൻ അവർക്ക് വഴിയുണ്ടായിരുന്നു. അവർ അത് അറിയുന്നുമുണ്ടായിരുന്നു. ചെന്നൈയിലെ കോൺവെൻറ്റിലേക്ക് അവർ വിളിക്കാറുണ്ടായിരുന്നു. അതുവഴി വിവരങ്ങൾ കിട്ടുകയും ചെയ്തിരുന്നു. എന്നാലും അടുത്തറിയാവുന്ന ഒരു കൊച്ചൻ തന്നെ നേരിട്ട് വന്ന് വിവരങ്ങൾ പറയുമ്പോൾ അതിനെന്തോ ഒരു പ്രത്യേക സന്തോഷം അവർ അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചോദിക്കാവുന്ന വളരെ ചെറിയ കാര്യങ്ങൾ മുതൽ ചോദിച്ച് അതിൻ്റെ എല്ലാം മറുപടി കേട്ടതിന് ശേഷമാണ് കിച്ചുവിനെ തിരിച്ചു പോകാൻ അവർ സമ്മതിച്ചത്. ഞായറാഴ്ച പള്ളിയിൽ പോയി അച്ഛനെയും കണ്ടു. വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. ഇപ്പോൾ താമസം ചെന്നൈയിൽ പള്ളിയിലെ അച്ഛൻ്റെ കൂടെയാണെന്നും പറഞ്ഞു. അവർ തമ്മിൽ വിവരങ്ങൾ കൈമാറിയിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അച്ഛൻ്റെ മുഖഭാവത്തിൽ നിന്നും യാതൊരു വിവരങ്ങളും നേരത്തെ അറിഞ്ഞ ലക്ഷണമില്ല. അവിടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താമസം അവരുടെ കൂട്ടത്തിലേക്ക് മാറുന്നതാണ് നല്ലത്. ഇത്രയുമൊന്നും സൗകര്യം അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അച്ഛൻ്റെ ആരെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ വന്നാൽ അവർക്ക് അതൊരു വിഷമമാവുകയില്ലേ?
തൽക്കാലത്തേക്ക് ഒരു സൗകര്യം ഒരുക്കി തന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു താമസ സ്ഥലം എത്രയും വേഗം നോക്കണം കേട്ടോ. ഞാനത് അന്വേഷിക്കുന്നുണ്ട്. എവിടെയെങ്കിലും കിട്ടിയാൽ എത്രയും വേഗം പള്ളിയിൽ നിന്നും മാറും. ഇത്രയും ദിവസത്തേക്കാണെങ്കിലും അച്ഛൻ ചെയ്തു തന്നത് വലിയ ഉപകാരമാണ്. ആ പ്രദേശം മുഴുവനും തന്നെ എൻ്റെ കൂടെ നടന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ചെയ്തു. അച്ഛനെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് കൂടെ പോകുന്ന എനിക്കും അതിൻ്റെ ഒരു ഭാഗം കിട്ടി. ഇന്നും വൈകുന്നേരത്തെ വണ്ടിക്കല്ലേ പോകുന്നത്? ഇന്നിനി ആരും കൊണ്ടുവിടാനൊന്നും വേണ്ടല്ലോ. എന്നാൽ പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് മാറുകയാണ്. സാധാരണഗതിയിൽ സംസാരിച്ചാൽ മതിയാകുന്ന ആളല്ല അച്ഛൻ. ഇന്നെന്തോ തിരക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയതാണ്. അവിടെ നിന്നും നേരെ പോയത് വീട്ടിലേക്കാണ്. ഉച്ചക്കത്തേക്കുള്ള ഊണ് തയ്യാറാക്കാൻ ദീനാമ്മച്ചിയുടെ കൂടെ കൂടി. പുതിയ വിഭവങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം തയ്യാറാക്കി വിശാലമായ ഉച്ചയൂണ് കഴിച്ചു. എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് കൂടെ തന്നെ ഇരുന്ന് കിച്ചുവും കഴിച്ചു. അപ്പോൾ അവൻ വക്കച്ചൻ ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചു. എനിക്ക് അടുത്ത ആഴ്ചയോടുകൂടി മിക്കവാറും ആദ്യ ശമ്പളം കിട്ടും. അടുത്ത മാസം ഞാൻ വരുമ്പോൾ അത് കൊണ്ടുവന്നാൽ മതിയോ? അതോ ഇവിടുത്തെ അക്കൗണ്ടിലേക്ക് അയക്കണോ? ഏതാണ് ചെയ്യേണ്ടതെന്ന് അപ്പച്ചൻ പറയുന്നതിന് പ്രകാരം ഞാൻ ചെയ്യും. എനിക്കതിൽ സ്വന്തമായി അഭിപ്രായമൊന്നുമില്ല. അതിൽ നിന്നും എന്തെങ്കിലും എൻ്റെ ആവശ്യത്തിന് അപ്പച്ചൻ തന്നെ തന്നാൽ മതി. എങ്കിൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. ഇങ്ങനെയും ഇക്കാലത്ത് പിള്ളേർ കാണുമോ? സ്വന്തം കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും തന്നെ സഹായിച്ചവരെ ഓർക്കുക പോലും ചെയ്യുമോ? അവിടെ വരെ എത്താൻ സഹായിച്ച ആരെയും ഓർമ്മിക്കുക പോലും ചെയ്യാത്തവരാണ് ഭൂരിപക്ഷം പേരും. ആ കൂട്ടത്തിൽ പെടാതെ മാറി നിൽക്കാൻ ഒരുവൻ ഇതാ ഇവിടെ. ദീനാമ്മച്ചി വക്കച്ചൻ ചേട്ടനെ അമർത്തി ഒന്ന് നോക്കി. അവർ തമ്മിൽ എന്തെങ്കിലും ആശയവിനിമയം മേശയ്ക്കടിയിലൂടെ നടന്നോ എന്നറിയില്ല. എന്തായാലും അല്പസമയം സംസാരിക്കാതിരുന്ന വക്കച്ചൻ ചേട്ടൻ തൻ്റെ നിലപാട് വ്യക്തമാക്കി. നിനക്ക് കിട്ടുന്ന ശമ്പളം എത്ര തന്നെയാണെങ്കിലും അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങി അതിലങ്ങ് നിക്ഷേപിച്ചാൽ മതി. എൻ്റെ പേരിലേക്ക് അയക്കുകയും വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരികയും വേണ്ട. ഇനി എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ചോദിക്കാം. അപ്പോൾ തന്നേച്ചാൽ മതി. അതുവരെ ഈ ഭാഗത്തേക്ക് ആ കാര്യത്തിനു വേണ്ടി വരണ്ട. അക്കാര്യം ചോദിക്കുകയും വേണ്ട. കിച്ചു എന്തോ തടസ്സവാദം പറയാൻ തുടങ്ങിയതാണ്. ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞു. എന്നാലും അവൻ അറിയാതെ പറഞ്ഞുപോയി. അന്ന് പഠിപ്പിക്കുന്ന കാര്യത്തിന് അച്ഛനോട് സംസാരിച്ചപ്പോൾ ഒരു വ്യവസ്ഥ പറഞ്ഞിരുന്നതല്ലേ അപ്പച്ചൻ? അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുമാത്രമല്ല കാരണം. എനിക്ക് വേണ്ടി പഠിക്കാനുള്ളത് മാത്രമല്ലല്ലോ ചെലവ് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പണത്തിന് ആവശ്യവുമില്ല. വേണ്ടതെല്ലാം വാങ്ങി തന്നല്ലേ ഇവിടെ നിന്ന് എന്നെ അങ്ങോട്ട് വിട്ടത്. പിന്നെ ഞാൻ എന്തിനാ അവിടെ പണം സൂക്ഷിച്ചു വെക്കുന്നത്? നിങ്ങൾക്കല്ലാതെ പിന്നെ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഞങ്ങൾക്കാണോ ഇനി പണത്തിൻ്റെ ആവശ്യം? ഞങ്ങൾക്ക് ആവശ്യം വന്നേക്കും. ഞങ്ങളെ വല്ല ആശുപത്രിയിലും കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുമ്പോൾ അപ്പോൾ എത്ര വേണ്ടി വരുമെന്നൊന്നും പറയാനൊക്കില്ല. അന്ന് അമേരിക്കക്കാരും സഹായിക്കാൻ ഇല്ലാതെ വന്നെങ്കിൽ ഞാൻ വിവരം അറിയിക്കാം. വേണ്ടത് നീ ചെയ്തു തന്നാൽ മതി. അത് പറഞ്ഞത് ദീനാമ്മ ചേട്ടത്തിയാണ്. കിച്ചുവിനോട് അവിടെ തന്നെ ഒരു അക്കൗണ്ട് തുടങ്ങാനും അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനും പറഞ്ഞത് ഒരു തീരുമാനമായി തന്നെ അംഗീകരിച്ചു. വൈകുന്നേരം കഴിക്കാനുള്ള ഭക്ഷണം തൂശനിലയിൽ പൊതിഞ്ഞ് മറ്റൊരു കടലാസിലും കൂടി പൊതിഞ്ഞ് ഒരു കൂട്ടിലിട്ടാണ് കിച്ചുവിന് കൊടുത്തുവിട്ടത്. ആദ്യത്തെ ദിവസത്തെ യാത്ര പോലുള്ള ബുദ്ധിമുട്ടുകളും പേടിയും ഒന്നും രണ്ടാം ദിവസം ഇല്ലായിരുന്നു. അന്ന് സാധാരണ പോലെ തന്നെ ട്രെയിനിൽ നിന്നും കുളിച്ച് റെഡിയായി നേരെ ഓഫീസിലേക്കാണ് പോയത്. ദിവസങ്ങൾ വളരെ പെട്ടെന്ന് മുന്നോട്ട് കടന്നുപോയി. മിക്കവാറും മാസങ്ങളിലും കിച്ചു വരാറുണ്ടായിരുന്നു. പ്രത്യേകതകളൊന്നുമില്ലാതെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. കയ്യിൽ ചെറിയതെങ്കിലും ഒരു ഫോൺ ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ 1-2 ദിവസം അപ്പച്ചനെയും അമ്മച്ചിയെയും വിളിക്കുകയും ചെയ്യും.
അനുവിന് അവിടെ നിന്നും പുതിയൊരു ചങ്ങാതിയെ കിട്ടി. എറണാകുളത്തുകാരിയായ ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേര് റിയ. റിയ കോൺവെൻറ്റിൽ പേയിങ് ഗസ്റ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. കോൺവെൻറ്റിലാണെങ്കിൽ കൂടുതൽ സുരക്ഷിതമാണല്ലോ. അതുകൊണ്ടാണ് വീട്ടുകാർ അവളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. സ്വതന്ത്രമായി മറ്റെവിടെയെങ്കിലും താമസിക്കാനായിരുന്നു അവൾക്ക് താൽപ്പര്യം. 2 കാരണങ്ങൾ കൊണ്ടാണ് അത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നത്. ഒന്ന്, അതിന് പറ്റിയ ഒരു കൂട്ടുകാരിയെ കിട്ടിയില്ല. കിട്ടിയതാകട്ടെ കോൺവെൻറ്റിലെ താമസക്കാരിയായ ശുദ്ധമനസ്കയായ അനുവിനെയാണ്. അവൾക്ക് കോൺവെൻറ്റിൽ താമസിക്കാനേ അനുവാദമുള്ളൂ. രണ്ടാമത്, സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരു താമസ സൗകര്യം ഒത്തുകിട്ടിയില്ല. അങ്ങനെ റിയ ഒറ്റയ്ക്ക് താമസിക്കാനുള്ള പദ്ധതി വേണ്ടെന്ന് വെച്ചു. അനു റിയയുമായി വളരെ അടുപ്പത്തിലായി. അവളുടെ വിവരങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളോട് വല്ലാത്ത സ്നേഹവുമായി. അങ്ങനെ 2 പേരും അടുത്ത മുറികളിൽ തന്നെ താമസിക്കുകയും ഒരുമിച്ച് ജോലിക്ക് പോവുകയും ചെയ്യാൻ തുടങ്ങി. കൂടെ സ്നേഹമില്ലാത്തതിൻ്റെ കുറവ് റിയയിലൂടെ പരിഹരിക്കാം എന്നായിരുന്നു അനുവിൻ്റെ വിചാരം. അനുവിൻ്റെ ശുദ്ധമനസ്സിന് അവളുടെ പൂർവ്വകാല ചരിത്രം മുഴുവനും റിയയോട് പറഞ്ഞു. കിച്ചുവിനോടുള്ള സ്നേഹബന്ധത്തിൻ്റെ കാര്യം വരെ. അവനെ നീ എങ്ങനെ ഇഷ്ടപ്പെട്ടടി? ഒരു പെൺകൊച്ചുങ്ങളോട് മിണ്ടുക പോലും ചെയ്യില്ലല്ലോ. ഞാൻ ഇത്ര ദിവസവും പല പണികളും നോക്കിയിട്ടും അവൻ എന്നോട് സംസാരിച്ചിട്ടില്ല. അതോ അവൻ എന്നോട് സംസാരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുകയില്ലേ? അങ്ങനെയുള്ള ഭയം കൊണ്ടെങ്ങാനുമാണോ? അവന് ഇഷ്ടമുള്ളവരോട് അവന് സംസാരിക്കാൻ മേലെ. അവൻ ആരോട് സംസാരിക്കുന്നു എന്നും സംസാരിക്കുന്നില്ല എന്നും നോക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. എനിക്കവനെ ചെറുപ്പം മുതലേ അറിയാം. വിശ്വാസവുമാണ്. ആ വിശ്വാസത്തിന് ഒരു കോട്ടവും സംഭവിക്കില്ല, ആര് വിചാരിച്ചാലും. ഉറപ്പാണോ നിനക്ക്? പക്ഷേ എനിക്കത്ര ഉറപ്പില്ല കേട്ടോ. റിയ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നായി അനുവിൻ്റെ പിന്നത്തെ ചിന്ത. എന്തായിരിക്കാം റിയയുടെ പദ്ധതി? കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയാണെങ്കിലും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ. അവരും കൂടി കഥയുടെ ഭാഗങ്ങളാകട്ടെന്നേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഓക്കേ.